അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ദിവസം ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 46 ഒന്നാമത്തെ ചോദ്യമാണ് നാം ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിൻ്റെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ എന്താണ് ചോദ്യം? ചുവടെ പറയുന്ന ഓരോ തരത്തിലുള്ള ത്രികോണം ചുറ്റളവ് 13 സെന്റിമീറ്റർ ആയിട്ട് വരയ്ക്കുക. അതിൽ ആദ്യത്തേത് സമഭുജ ത്രികോണം, അതായത് ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കണം. എങ്ങനെ? അതിൻ്റെ ചുറ്റളവ് അതായത് പെരിമീറ്റർ 13 സെന്റിമീറ്റർ ആയി ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വരയ്ക്കാൻ പറ്റും അല്ലേ. സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ 3 വക്കുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പൊ അതിന്റെ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. ചുറ്റളവ് അതായത് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 13 സെന്റിമീറ്റർ. അപ്പൊ എന്ത് വേണം? നമ്മൾ ഈ 13 സെന്റിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് 3 വശങ്ങളും കൂടി കൂട്ടിയതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഈ 13 സെന്റിമീറ്ററിനെ 3 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഒരു ലൈൻ വരയ്ക്കുക. എത്ര സെന്റിമീറ്റർ ലൈൻ വരയ്ക്കണം? 13 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഞാനിവിടെ 13 സെന്റിമീറ്റർ നീളത്തിലൊരു ലൈൻ വരച്ചു. 13 സെന്റിമീറ്റർ. ഇതിനെ നാം എന്ത് വേണം? തുല്യ ഭാഗങ്ങളാക്കണം അല്ലേ. 3 തുല്യ ഭാഗങ്ങളാക്കണം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക? നാം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചരിച്ചൊരു വര വരയ്ക്കും അല്ലേ. അപ്പോൾ ആ വരയുടെ നീളം എത്ര ആയിരിക്കണം? നമുക്കറിയാം ഇവിടെ 3 തുല്യ ഭാഗങ്ങളാണ് ആക്കേണ്ടത്. 13നെ 3 തുല്യ ഭാഗങ്ങൾ. 3 തുല്യ ഭാഗങ്ങളാക്കാൻ എളുപ്പമുള്ളൊരു സംഖ്യയാണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ 3 തുല്യ ഭാഗങ്ങളാക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ 3ന്റെ മൾട്ടിപ്പിൾ എടുത്താൽ മതി അല്ലേ. അപ്പോൾ നമുക്കറിയാം 3, 6, 9, 12 അല്ലേ, ഇതൊക്കെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് 13 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് 13നേക്കാൾ അല്പം താഴെയുള്ള സംഖ്യ എടുക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇവിടെ നമുക്ക് 12 എടുക്കാം, 9 എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ 9 എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്യുക? 3 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് 3, 3, 3 അല്ലേ. അപ്പോൾ നമുക്ക് 9 കിട്ടും. ഇനി 12 എടുത്താലോ? 4 സെന്റിമീറ്റർ വെച്ച് അല്ലേ. 4 സെന്റിമീറ്റർ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റും അല്ലേ. ഇനി ഒരാൾ 6 എടുക്കുകയാണെങ്കിലോ? 2, 2, 2 വെച്ച് നമുക്ക് 3 തുല്യ ഭാഗങ്ങളാക്കാം. എപ്പോഴും വളരെ ചെറുതിലേക്ക് കടക്കേണ്ട, കാരണം നമ്മുടെ ഫിഗർ വളരെ ചെറുതായി പോകും. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ കുറച്ച് അസൗകര്യം നേരിടും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് 9 സെന്റിമീറ്റർ ഞാൻ എടുക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 12 എടുത്തോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 4, 4, 4 വെച്ചിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 9 സെന്റിമീറ്റർ നീളത്തിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ 9 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരച്ചു. ഇനി ഇതിനെന്ത് വേണം? 3 തുല്യ ഭാഗങ്ങളാക്കണം അല്ലേ. അപ്പോൾ 3 സെന്റിമീറ്റർ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 3 തുല്യ ഭാഗങ്ങൾ കിട്ടും. നമുക്ക് 3 തുല്യ ഭാഗങ്ങളാക്കാം. അപ്പോൾ ഞാനിതിനെ 3 തുല്യ ഭാഗങ്ങളാക്കി. അപ്പോൾ 3 സെന്റിമീറ്റർ വെച്ചെടുത്ത് 3 തുല്യ ഭാഗങ്ങളാക്കി. ഇനി 12 സെന്റിമീറ്റർ വരച്ചാൽ എന്ത് വേണം? 4 സെന്റിമീറ്റർ വെച്ചെടുക്കുക. അപ്പോൾ 3 തുല്യ ഭാഗങ്ങൾ കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇത് തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ ഇത് തമ്മിൽ യോജിപ്പിച്ചു അല്ലേ. ഇനി എന്ത് വേണം? ഈ പോയിന്റുകളിൽ നിന്ന് ഇതിന് സമാന്തരമായി കൊണ്ട് ഇങ്ങനെ ലൈൻ വരയ്ക്കണം. അപ്പോൾ ഇത് എത്ര വെച്ചാണ്? 3 സെന്റിമീറ്റർ വെച്ച്. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇതിന് സമാന്തര രേഖ വരയ്ക്കാം. നമ്മുടെ പേജ് നമ്പർ 39 ചോദ്യങ്ങൾ ചെയ്തപ്പോൾ അല്ലേ വളരെ വിശദമായി തന്നെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിന് സമാന്തര ലൈനുകൾ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേ രൂപത്തിൽ തന്നെ സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഇതിന് സമാന്തരമായിട്ട് വരകൾ വരയ്ക്കാം. അപ്പോൾ അത് സംശയമുള്ളവർ നമ്മുടെ പേജ് നമ്പർ 39 ചോദ്യങ്ങൾ നമ്മൾ ഇതിന് മുമ്പത്തെ പാർട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാം. അപ്പോൾ നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് സമാന്തരമായിട്ട് 2 ലൈനുകൾ വരച്ചു അല്ലേ. ഇപ്പോൾ എന്താണ് സംഭവം? ഈ 13 സെന്റിമീറ്റർ നീളമുള്ള ഈ ലൈനിനെ 3 തുല്യ ഭാഗങ്ങളാക്കി അല്ലെ. ഇവിടെ തുല്യ ഭാഗങ്ങളാക്കിയ പോലെ തന്നെ അതേ രൂപത്തിൽ തന്നെ ഇവിടെയും നമ്മൾ തുല്യ ഭാഗങ്ങളാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സൈഡായിട്ട് വരിക. ഈ ത്രികോണത്തിന്റെ സമഭുജ ത്രികോണത്തിന് ഒരു സൈഡായിട്ട് വരിക. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെ, 3 ഭാഗം ഈക്വലാണ്. നമുക്ക് ഏത് ഭാഗം വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഈ ഭാഗം എടുക്കുകയാണെങ്കിൽ എന്ത് വേണം? ഇനി ഈ സൈഡിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഈ സൈഡിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ എന്ത് വേണം? കോമ്പസ് എടുക്കുക. കൃത്യമായിട്ട് ആ അളവ് കോമ്പസിൽ എടുക്കുക. എന്താ 3 അളവും കൃത്യമായിരിക്കും അല്ലേ. ഇനി എന്ത് വേണം? ഇവിടെ കോമ്പസിന് തല കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കുക. അതേപോലെ ഇവിടെ കുത്തിയിട്ട് ഇവിടെയും ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഇവിടെ കുത്തി ആദ്യത്തെ ആർക്ക് ഇവിടെ വരയ്ക്കുന്നു. ഇനി എന്ത് വേണം? ഈ സൈഡിൽ കുത്തിയിട്ട് ഇങ്ങനെ ആർക്ക് വരയ്ക്കണം വേണ്ടേ. ഇവിടെയും ആർക്ക് വരച്ചു. ഈ 2 ആർക്കുകളുടെ കൂട്ടിമുട്ടി അതായിരിക്കും നമ്മുടെ ത്രികോണത്തിൻ്റെ 3ാമത്തെ മൂല. ഇനി നമുക്ക് ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ഈ ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ 13 സെന്റിമീറ്റർ ചുറ്റളവുള്ള
സമഭുജ ത്രികോണമാണ് ഇപ്പോൾ നാം വരച്ചത്. അപ്പോൾ മനസ്സിലായല്ലോ, സംശയങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇനി അതിലെ തന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:4:5. 3:4:5 ഇതാണ് വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം. ഇത് വെച്ചിട്ട് നാം ഒരു ത്രികോണം ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെയും 13 സെന്റിമീറ്റർ ചുറ്റളവ് അല്ലേ? അപ്പോൾ ഒരു ത്രികോണം അതിൻ്റെ ചുറ്റളവ് 13 സെന്റിമീറ്റർ ആണ്. ഈ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്തായിരിക്കണം? ഒന്ന് 3 ആണെങ്കിൽ അടുത്തത് 4, അടുത്തത് 5. അപ്പോൾ നാം എന്ത് വേണം? ആദ്യം 13 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക അല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 3:4:5 എന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ 13 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരച്ചു. ഇനി നാം ഇതിനെ 3:4:5 എന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ നാം അടുത്ത് എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കണം അല്ലേ? അപ്പോൾ ആ ലൈനിൻ്റെ നീളം എത്ര ആയിരിക്കണം? നാം മുമ്പ് പറഞ്ഞു, ഇങ്ങനെ അംശബന്ധം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നാം കട്ട് ചെയ്യേണ്ടത്? വേറെ ഒന്നും നോക്കണ്ട, 3:4:5 എന്ന അംശബന്ധത്തിലാണ് അല്ലേ? ഇവ തമ്മിൽ കൂട്ടിയാൽ മതി. 3 + 4 + 5 12 അല്ലേ? അപ്പോൾ 12 സെന്റിമീറ്റർ. അപ്പോൾ 12 സെന്റിമീറ്റർ നമുക്ക് ഈസി ആയിട്ട് 3:4:5 എന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്യാം അല്ലേ? 12 സെന്റിമീറ്റർ ലൈന് നമുക്ക് ആദ്യം 3 സെന്റിമീറ്റർ എടുക്കുക, പിന്നെ 4 സെന്റിമീറ്റർ എടുക്കുക, പിന്നെ 5 സെന്റിമീറ്റർ എടുക്കുക. അപ്പോൾ ഇനി 12 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഞാനിവിടെ 12 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരച്ചു. ഇനി ഇതിനെന്ത് ചെയ്യണം? 3:4:5 എന്ന അംശബന്ധത്തിൽ ആ ലൈനെ കട്ട് ചെയ്യുക അല്ലേ? അതായത് ആദ്യം ഇവിടുന്ന് 3 എടുക്കുക, പിന്നെ 4 എടുക്കുക, പിന്നെ 5 എടുക്കുക, അത്രയേ ഉള്ളൂ. 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ, ഇവിടുന്ന് 3 സെന്റിമീറ്റർ, ഇവിടെ ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ട് 5 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ 3:4:5 എന്ന അംശബന്ധത്തിൽ ഇവ കട്ട് ചെയ്തു. ഇത് 3, ഇത് 4, ഇത് 5. ഇനി എന്ത് വേണം? ഇവർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി എന്ത് വേണം? ഈ അടയാളപ്പെടുത്തുന്ന പോയിന്റിൽ നിന്ന് ഇതിന് പാരലായിക്കൊണ്ട് ഇങ്ങനെ ലൈൻ വരയ്ക്കുക അല്ലേ? അത് നമ്മൾ സെറ്റ് സ്ക്വയർ തന്നെ ഉപയോഗിക്കുക. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് നാം മുമ്പ് പറഞ്ഞ രൂപത്തിൽ തന്നെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് 2 പാരൽ ലൈനുകൾ വരച്ചു. ഇപ്പോൾ നമ്മുടെ ഈ 13 സെന്റിമീറ്റർ നീളമുള്ള ഈ ലൈനിനെ 3:4:5 എന്ന അംശബന്ധത്തിലാണ് നാം ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എളുപ്പത്തിൽ ത്രികോണം വരയ്ക്കാമല്ലോ അല്ലേ? അപ്പോൾ ഇത് ഒരു വശമായിട്ട് എടുക്കുകയാണെങ്കിൽ നാം ഈ വശത്ത് നമ്മൾ ഇങ്ങോട്ട് വളച്ചു വെക്കുക, ഈ വശത്ത് ഇങ്ങോട്ടും വളയ്ക്കുക അല്ലേ? അപ്പോൾ നമുക്ക് ഈ ത്രികോണം കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് വേണം? കോമ്പസ് എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവ് മെഷർ ചെയ്യാം. നമ്മൾ കോമ്പസ് എടുത്തിട്ട് ഈ അളവ് കൃത്യമായിട്ട് എടുത്തു അല്ലേ? ഇനി എന്ത് വേണം? ഇവിടെ വെച്ചിട്ട് ഇവിടെ നമുക്കൊരു ആർക്ക് വരയ്ക്കണം. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആർക്ക് വരച്ചു അല്ലേ? ഇനി എന്ത് വേണം? ഈ അളവ് മെഷർ ചെയ്യുക അല്ലേ? ഇതാണ് അടുത്ത സൈഡ്. അപ്പോൾ ഈ അളവ് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കാം. അപ്പോൾ കോമ്പസ് എടുത്തിട്ട് അളവ് കൃത്യമായിട്ട് എടുത്തു. അതിനുശേഷം ഇവിടെ ഈ പോയിന്റിൽ കുത്തുക, എന്നിട്ട് ഇങ്ങോട്ടും ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഈ 2 ആർക്കുകളും ഇവിടെ കൂട്ടിമുട്ടി അല്ലേ? അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ നമുക്കിനി ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇപ്പോൾ നമുക്കൊരു ത്രികോണം കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഈ അളവ് ഇവിടേക്ക് 4, ഇത് 3, ഇവിടെ 5 അല്ലേ? അപ്പോൾ 5 ഇങ്ങോട്ട് വന്നു, 5. അപ്പോൾ 3:4:5 എന്ന അംശബന്ധത്തിലാണ്. 3, 4, 5 സെന്റിമീറ്റർ അല്ല ഇവിടെ 13 സെന്റിമീറ്റർ ആണ്. അതിനെ നമ്മൾ 3:4:5 എന്ന അംശബന്ധത്തിലാണ്, എന്ന റേഷ്യോയിലാണ് ഇതിൻ്റെ വശങ്ങൾ ഉള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ, വളരെ ഈസിയാണിത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ഒരു ചോദ്യം, നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നില്ല, അതിൽ നിന്ന് ഉറപ്പായിട്ടൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. പാർശ്വവശങ്ങൾ പാദത്തിന്റെ 1.5 മടങ്ങായ സമപാർശ്വ ത്രികോണം. ഐസോസെലസ് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? പാർശ്വവശങ്ങൾ പാദത്തിന്റെ 1.5 മടങ്ങായിരിക്കണം. ഇപ്പോൾ ഇതാണ് ഒരു സമപാർശ്വ ത്രികോണം എന്ന് വിചാരിക്കുക. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 വശങ്ങൾ തുല്യമായിരിക്കും അല്ലേ? അതിനാണ് നാം ഐസോസെലസ് അതല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ബേസിന്റെ, അതായത് പാദത്തിന്റെ 1.5 മടങ്ങായിരിക്കണം ഈ 2 വശങ്ങളും. അതായത് ഈ പാർശ്വവശങ്ങൾ അല്ലെങ്കിൽ ഈ ലാറ്ററൽ സൈഡുകൾ ഈ പാദത്തിന്റെ 1.5 മടങ്ങായിരിക്കണം.
ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക, പാദം 1 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് 1.5 മടങ്ങ് എത്രയാണ്? 1.5 അല്ലേ. ഇത് 2 ആണെങ്കിലോ അതിൻ്റെ 1.5 മടങ്ങ്, അതായത് അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ വരണം. അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു സമപാർശ്വ ത്രികോണമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. പെരിമീറ്റർ എത്രയാണ്? 13 സെൻറ്റിമീറ്റർ തന്നെ. അപ്പോൾ നാം പതിവ് പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക? 13 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഞാനിതാ 13 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ലൈൻ വരച്ചു. ഇനി ഇതിനെന്ത് വേണം? നാം ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ, ഇവിടെ 1.5 ആണെങ്കിൽ അടുത്തത് 1, പിന്നത്തത് 1.5 അല്ലേ. അതായത് 1.5:1:1.5. ഇതാണ് ശരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഈ രൂപത്തിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ. അതായത് 1.5 ഒരു സൈഡ് ആണെങ്കിൽ അടുത്ത സൈഡ് 1 ആയിരിക്കണം, അടുത്ത സൈഡ് 1.5 തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഇങ്ങോട്ടും ലൈൻ വരയ്ക്കണം വേണ്ടേ. അതിൻ്റെ നീളം എത്രയായിരിക്കും? നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ റേഷ്യോ തന്നിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? ഇവ തമ്മിൽ കൂട്ടും അല്ലേ. അപ്പോൾ 1.5 + 1 + 1.5 ഇപ്പം എത്ര വന്നു? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കണം വേണ്ടേ. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം, ഈ ലൈൻ 13 സെൻറ്റിമീറ്റർ ഉണ്ട് അല്ലേ, അല്പം നീളം കൂടുതലുണ്ട്. പക്ഷേ ഇത് 4 സെൻറ്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫിഗർ വരയ്ക്കുമ്പോൾ അത് വളരെ കൺജസ്റ്റഡ് ആയിപ്പോകും. പിന്നെ നമ്മൾ 4 സെൻറ്റിമീറ്റർ വീണ്ടും 2 പാരലൽ ലൈൻ അതിൻ്റെ ഉള്ളിൽ കൂടി വരയ്ക്കാൻ വേണം വേണ്ടേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്കൊന്ന് ഡബിളാക്കി എടുക്കാം. ഈ ഡബിളാക്കി എടുത്താലൊന്നും ഈ റേഷ്യോയിൽ വ്യത്യാസം വരില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ വരയ്ക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് അല്പം ഒന്ന് മാറ്റാം. ഇതിൻ്റെ ഇരട്ടിയാക്കാം. ഇരട്ടിയാക്കുക എന്ന് പറയുമ്പോൾ 1.5നെ നമുക്ക് എത്ര ആക്കാം? അതിൻ്റെ ഇരട്ടി എടുക്കാം, 3 എടുക്കാം. പ്ലസ് 1നെ അതിൻ്റെ ഇരട്ടി 2, പ്ലസ് 1.5ന് അതിൻ്റെ ഇരട്ടി 3. അപ്പോൾ നമ്മളിങ്ങനെ ഇതിനൊന്ന് മാറ്റി. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അതിൻ്റെ ഇരട്ടി അല്ലേ. ഇത് കൂട്ടുമ്പോൾ എത്ര വരും? 8 വരും. അതായത് ഇതിൻ്റെ ഇരട്ടി. ഇത് വേറൊന്നിനു വേണ്ടിയല്ല, നമുക്ക് വരയ്ക്കാൻ സൗകര്യത്തിന് വേണ്ടി മാത്രം. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എത്ര സെൻറ്റിമീറ്റർ എടുക്കാം? 8 സെൻറ്റിമീറ്ററിൽ ഈ ലൈൻ വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 8 സെൻറ്റിമീറ്റർ നീളത്തിൽ ഈ ലൈൻ വരച്ചു. ഇനി എന്ത് വേണം? നമുക്ക് കട്ട് ചെയ്യണം അല്ലേ. എങ്ങനെ കട്ട് ചെയ്യണം? 1.5:1:1.5 അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ മാറ്റിയിട്ടുണ്ട്, 8 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യേണ്ടി വരും? ആദ്യം 3 സെൻറ്റിമീറ്റർ എടുക്കുക, പിന്നെ 2 സെൻറ്റിമീറ്റർ എടുക്കുക, പിന്നെ വീണ്ടും 3 സെൻറ്റിമീറ്റർ എടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് 8 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ അതേ രൂപത്തിൽ നിന്ന് കട്ട് ചെയ്തേ. അപ്പോൾ ഇവിടെ ആദ്യം 3 സെൻറ്റിമീറ്റർ, പിന്നെ 2 സെൻറ്റിമീറ്റർ, പിന്നെ വീണ്ടും 3 സെൻറ്റിമീറ്റർ. 3, ഇത് 2, ഇത് വീണ്ടും 3 അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി എന്ത് വേണം? ഇവിടെ നിന്ന് ഇതിനെ പാരലായിക്കൊണ്ട് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ സെറ്റ് സ്കോർ എടുക്കുക. സെറ്റ് സ്കോർ ഉപയോഗിച്ചുകൊണ്ട് നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പാരൽ ലൈനുകൾ വരയ്ക്കുക. അപ്പോൾ ഞാനിവിടെ നിന്ന് 2 പാരൽ ലൈനുകൾ വരച്ചു. സെറ്റ് സ്കോർ ഉപയോഗിച്ചുകൊണ്ട് 2 പാരൽ ലൈനുകൾ വരച്ചു. ഇപ്പം നമ്മൾ ഈ 13 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ ലൈനിൽ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്? 3:2:3. 3:2:3 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 1.5 അല്ലേ. അംശബന്ധമൊക്കെ സെയിം തന്നെയാണ്. അതായത് 1.5:1:1.5 അല്ലേ. ഈ 1.5:1:1.5 എന്ന് പറയുന്നത് തന്നെയാണ് 3:2:3 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 13 സെൻറ്റിമീറ്ററിനെ കട്ട് ചെയ്തു. ഇനി എന്ത് വേണം? നമുക്ക് ത്രികോണം വരയ്ക്കാം. ഇത് 3 ആണ്, അല്ലെങ്കിൽ 1.5 ആണ്, ഇത് 1.5 ആണ് അല്ലേ. ഇതാണ് നമ്മുടെ ചെറിയ വശം, അതായത് ബേസ് ആയിട്ട് വരുന്നത് ഇത്. നമുക്ക് എന്ത് ചെയ്യാം? കോമ്പസ് എടുക്കുക, ഈ അളവ് മെഷർ ചെയ്യാം, ആർക്ക് വരയ്ക്കാം. അതേ അളവ് തന്നെയാണ് ഇവിടെ അല്ലേ. അപ്പോൾ വീണ്ടും ഒരു ആർക്ക് ഇവിടെ നിന്ന് വരയ്ക്കാം. അപ്പോൾ തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സമപാർശ്വ ത്രികോണം കിട്ടും. അപ്പോൾ കോമ്പസ് എടുത്തു, ഈ അളവ് കൃത്യമായിട്ട് ഈ അളവ് എടുത്തു, അതിനുശേഷം ഇവിടെ ആർക്ക് വരച്ചു. അതേ അളവ് തന്നെ, കാരണം സമപാർശ്വ ത്രികോണമാണ്, ഈ വശവും ഈ വശവും ഈക്വലാണ്. അതേ അളവ് തന്നെ എടുത്തു, ഇത് മറ്റൊരു ആർക്ക് ഇവിടെ നിന്ന് വരച്ചു. ഇപ്പോൾ ഈ 2 ആർക്കുകളും തമ്മിൽ കൂട്ടിമുട്ടി. അതാണ് നമ്മുടെ ത്രികോണത്തിൻ്റെ 3ാമത്തെ പോയിന്റ്. അപ്പോൾ ഞാൻ സ്കെയിൽ എടുത്തിട്ട് തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐസോസെലസ് ട്രയാങ്കിൾ ലഭിക്കും.
അപ്പോൾ ഞാനിപ്പോൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇതാണ് നമ്മുടെ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഈ വശത്തിൻ്റെ നീളം ഇത് ബേസ് 1 ആണെങ്കിൽ ഇവ എത്രയായിരിക്കും? 1.5, ഇത് 1.5. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ വളരെ ഈസി ആയി തന്നെ നമുക്ക് ഇത് വരയ്ക്കാൻ കഴിയും. ഇതിലെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും കഴിയും. ഇനി നമുക്കതിൽ ഒരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ, അതും കൂടി ഒന്ന് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഏതു ലംബകത്തിൻ്റെയും വികരണങ്ങൾ പരസ്പരം മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണെന്ന് തെളിയിക്കും. നമുക്ക് ഈ ലംബകം അല്ലെങ്കിൽ ട്രപ്പീസിയം എന്താണെന്ന് അറിയാം അല്ലേ. എന്താണ് ട്രപ്പീസിയം? ഏതെങ്കിലും ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അതാണ് ട്രപ്പീസിയം അല്ലേ. ഇപ്പം ഇവിടെ നോക്കിയാൽ ഈ ലൈനും പാരലാണ്. എന്നാൽ ഇത് രണ്ടും പാരലല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആയി കഴിഞ്ഞാൽ അതിനെയാണ് നാം ട്രപ്പീസിയം എന്ന് പറയുക, ലംബകം എന്ന് പറയുക അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇതിന്റെ വികരണങ്ങൾ, ഓപ്പോസിറ്റ് മൂലകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് നമ്മൾ വികരണങ്ങൾ എന്ന് പറയാം, അതായത് ഡയഗണൽസ്. അപ്പൊ ഇവ ഒരേ അംശബന്ധത്തിലായിരിക്കും കട്ട് ചെയ്യുക എന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. ഇതിന്റെ ഡയഗണൽ എങ്ങനെ വരും? ഇതാണ് ഒരു ഡയഗണൽ. അടുത്ത ഡയഗണലോ? ഇതാണ് അടുത്ത ഡയഗണൽ അല്ലേ. അപ്പൊ ഈ രണ്ട് ഡയഗണലും ഇവിടെ വെച്ച് കൂട്ടിമുട്ടി അല്ലേ. ഇത് ഒരേ അംശബന്ധത്തിലായിരിക്കും എന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ ഇത് ലംബകത്തിന് പേര് കൊടുക്കുക. ABCD ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് P ആണെന്ന് വിചാരിക്കുക. P. ഇവിടെ നാം എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇവ പരസ്പരം കൂട്ടിമുട്ടുന്നത് അല്ലെങ്കിൽ മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലായിരിക്കും. അതായത് ഇപ്പോ PD/PB അതെന്തിന് ഈക്വൽ ആയിരിക്കും? PC/PAക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒറ്റ നോട്ടത്തിൽ ഇത് പ്രൂവ് ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ നാം എന്ത് ചെയ്യണം? നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാരലൽ ലൈനുകളെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ നാം ഒരു പണി ചെയ്യാം. ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇത് രണ്ടും പാരലൽ ലൈനുകളാണ്. അപ്പോൾ നമ്മൾ ഈ P എന്ന പോയിന്റിൽ നിന്ന് ഇതിന് രണ്ടിനും പാരലൽ ആയിക്കൊണ്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ABക്കും DCക്കും പാരലൽ ആയിക്കൊണ്ട് ഞാൻ ഈ P എന്ന പോയിന്റിൽ കൂടി ഒരു ലൈൻ ദേ വരയ്ക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, ആർക്കും കുഴപ്പമില്ല. ഇപ്പം എന്ത് സംഭവിച്ചു? നമുക്ക് 3 പാരലൽ ലൈനുകൾ കിട്ടി അല്ലേ. ഒന്ന് AB, പിന്നെ ഇതൊരു പാരലൽ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ QR എന്ന് കൊടുക്കാം, QR. അപ്പം AB എന്നൊരു പാരലൽ ലൈൻ, QR എന്ന മറ്റൊരു ലൈൻ, DC എന്ന മറ്റൊരു ലൈൻ. അപ്പോൾ നമുക്ക് 3 പാരലൽ ലൈനുകൾ കിട്ടി. ഇനി നമുക്ക് നമ്മൾ പഠിച്ച കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് പ്രൂവ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നാം ഈ ചെയ്ത കാര്യം എഴുതാം ആദ്യം. അപ്പോൾ എന്തെന്ന് എഴുതണം? ഡ്രോ എന്ത് വരച്ചു നമ്മൾ? QR അല്ലേ. QR വരച്ചു. പാരലൽ ടു ഏതിന്? AB ആൻഡ് AC ആൻഡ് DC. ABക്കും DCക്കും പാരലൽ ആയിക്കൊണ്ട് QR വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 3 പാരലൽ ലൈനുകൾ കിട്ടി അല്ലേ. ABയും QRും DCയും. അപ്പോൾ നാം പഠിച്ചിട്ടുണ്ടല്ലോ, സമാന്തര വരകൾ ഏത് വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ് അല്ലേ. പാരലൽ ലൈൻസ് കട്ട് എനി 2 ലൈൻസ് ഇൻ ദി സെയിം റേഷ്യോ അല്ലേ. അത് പ്രകാരം ഇന്ന് നോക്കിയേ, ഇത് ഒരു പാരലൽ ലൈൻ, ഇത് 3 പാരലൽ ലൈൻ അല്ലേ. ഇങ്ങോട്ട് നോക്കിയേ, ഈ AC എന്ന് പറയുന്ന ലൈനിനെ ആര് കട്ട് ചെയ്യുന്നുണ്ട്? AB കട്ട് ചെയ്യുന്നുണ്ട്, QR കട്ട് ചെയ്യുന്നുണ്ട്, DCയും കട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും? അതേ പാരലൽ ലൈനുകൾ തന്നെ ഏതിനെ കട്ട് ചെയ്യുന്നുണ്ട്? ഇപ്പം BD എന്ന് പറഞ്ഞ ഈ ലൈനിനെയും നമ്മൾ ഈ 3 പാരലൽ ലൈനുകൾ കട്ട് ചെയ്യുന്നു. അതായത് ഈ 3 പാരലൽ ലൈനുകളും ACയെയും BDയെയും കട്ട് ചെയ്യുന്നുണ്ട്. ആ കട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരേ അംശബന്ധത്തിലായിരിക്കും അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? PD ബൈ ഈ ലൈനിൻ്റെ ബാക്കിയുള്ള ഭാഗം ഏതാണ്? PB അല്ലേ. PB സീക്വൽ ടു എന്തിനു തുല്യമായിരിക്കും? PDനെ നമ്മൾ ആദ്യം എഴുതിയ, അതുകൊണ്ട് ചെറിയ ഭാഗം ആദ്യം എഴുതാം. PC ബൈ ഇനി വലിയ ഭാഗം, ഈ ലൈനിൻ്റെ വലിയ ഭാഗം ഏതാണ്? PA. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ വികരണങ്ങൾ മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലായിരിക്കും അല്ലേ.
അപ്പോൾ ഈ 3 സമാന്തര രേഖകളും ഈ 2 ലൈനിനെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ്. അപ്പോൾ അതിന് റീസൺ എഴുതണം. എന്താണ് റീസൺ? സമാന്തര വരകൾ ഏത് വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ്. അതല്ലെങ്കിൽ പാരലൽ ലൈൻസ് കട്ട് എനി 2 ലൈൻസ് ഇൻ ദി സെയിം റേഷ്യോ. പാരലൽ ലൈൻസ് കട്ട് എനി 2 ലൈൻസ് ഇൻ ദി സെയിം റേഷ്യോ. നമ്മൾ പ്രൂവ് ചെയ്തു, അതിന് റീസണും എഴുതി. അപ്പോൾ റീസൺ എഴുതാൻ മറക്കരുത്, റീസണും എഴുതാം. എന്നിട്ട് അടിയിൽ എഴുതി വെക്കാം. സോ ഇൻ എനി ട്രപ്പീസിയം ദി ഡയഗണൽസ് കട്ട് ഈച്ച് അതർ ഇൻ ദി സെയിം റേഷ്യോ. അല്ലെങ്കിൽ ഏത് ലംബകത്തിലും വികരണങ്ങൾ പരസ്പരം കട്ട് ചെയ്യുന്നത് മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ത്രികോണ ഭാഗം, അതായത് ട്രയാങ്കിൾ ഡിവിഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ